2017 ദേശീയപത്രമായ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ബിസിനസ് പേജിൽ സാറിൻ്റെ ആർട്ടിക്കിൾ വായിച്ചിരുന്നു. അതിൽ മഞ്ചേരിയിൽ നിന്ന് ഗ്ലോബൽ ബ്രാൻഡിൻ്റെ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് വിശദമായി പറഞ്ഞിരുന്നു. ഇൻ്റർനാഷണൽ ബ്രാൻഡിംഗ് രംഗത്ത് 30ഓളം വർഷം എക്സ്പീരിയൻസും അവാർഡുകളും സ്വന്തമാക്കിയ സർ എന്തുകൊണ്ടാണ് നാട്ടിലെ ബ്രാൻഡ്, അതായത് നാട്ടിലെ വർക്ക് ഫോക്കസ് ചെയ്യാത്തത്? നാട്ടിലെ മാർക്കറ്റിങ്ങിനെ സർ എങ്ങനെ കാണുന്നു? ഇപ്പോൾ നസ്രിയുടെ ഒരു കോംപ്ലിമെൻറ്റ് ഒന്ന് ടേക്ക് ഫോർവേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, എന്തുകൊണ്ടാണ് ഞാൻ കൺസോർഷ്യം പ്ലാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ കാലത്ത് നമ്മളൊരു പ്രോഡക്റ്റിനെ നമ്മൾ കൺസീവ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ ഒരു ട്രജക്ടറി, അതിൻ്റെ ഒരു ഗ്രോത്ത് പ്ലാൻ, അതൊന്നും നമുക്ക് സമയമില്ല. ഇന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും സക്സസീവ് ആയിട്ടുള്ളൊരു മോഡ്യൂൾ എന്ന് പറയുന്നത് കൊളാബാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനി സ്റ്റേജിലെത്തുന്നു. അപ്പോൾ ഒരു സ്റ്റേജിലെത്തിക്കഴിഞ്ഞാൽ അതേപോലെയുള്ള മറ്റ് കമ്പനികളായിട്ട് അല്ലെങ്കിൽ അതിന് കോംപ്ലിമെൻ്റ് ചെയ്യുന്ന കമ്പനികളായിട്ട് കൊളാബ് ചെയ്യും. അപ്പോൾ അങ്ങനെ കൊളാബ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ക്രെഡിബിലിറ്റി ഉണ്ട്. കാരണം രണ്ട് കമ്പനികൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള രണ്ട് കമ്പനികൾ കൂടി ചേർന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അത് പൂരകങ്ങളാകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറ്റ്സ് ലൈക്ക് കോംപ്ലിമെൻറ്റ് ഈച്ച് അതർ എന്ന് പറയില്ലേ, അങ്ങനെയാവും. കാരണം അവർക്ക് അവരുടെ സ്ട്രെങ്ത് ഉണ്ടാവും. അപ്പോൾ ആ സ്ട്രെങ്ത്തിൽ ആ വേർട്ടിക്കലിൽ അവർ കൂടുതൽ ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് നടക്കും. അവരതിൽ എക്സ്പേർട്ടായിരിക്കും. അതിനെ നമ്മൾ ഷാർപ്പൻ്റെ പെർസെപ്ഷൻ എന്ന് പറഞ്ഞ പോലെ അവരങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരും. ഇൻ എഫക്റ്റ് എന്തുണ്ടാവും, ആ പ്രൊഡക്ടിവിറ്റി അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി കൂടും. അങ്ങനെയാണ്. ഇപ്പോൾ ലൈക്ക് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ 2006 ഇപ്പോൾ ഗൂഗിൾ ഇസ് എ വെൽ നോൺ ബ്രാൻഡ്. ഗൂഗിൾ യൂട്യൂബ് അവർ അക്വയർ ചെയ്തു. ഇപ്പോൾ ഇതിലിപ്പോൾ നസ്രി ഒരു 30 ഇയേഴ്സിൻ്റെ ഒരു എക്സ്പീരിയൻസും കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ. എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് നമ്മളൊരു അപ്പോസ്ട്രോഫോ ഞാനങ്ങനെ കൺസീവ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ഈ ഒരു 30 ഇയേഴ്സിൻ്റെ എക്സ്പീരിയൻസ്, ആ 30 ഇയേഴ്സിൻ്റെ നെറ്റ്വർക്ക്, അതിൻ്റെ പല ആളുകളായിട്ടുള്ള പല കമ്പനികളായിട്ടുള്ള എക്സ്പീരിയൻസ് ഷെയറിങ്, ഇതിനെ മൊത്തം എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താം, ഹൗ ടു മേക്ക് യൂസ് ഓഫ് ദം എന്നുള്ള സംഭവമുണ്ട്. അപ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു വേർട്ടിക്കലിൽ മാത്രം ഒതുങ്ങിക്കഴിഞ്ഞാൽ എന്താവും, അതിൻ്റെ ഒരു ഓർഗാനിക് ഗ്രോത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ട്രജക്ടറി അത്ര അതായിട്ട് പോവില്ല. നേരെ മറിച്ച് കുറച്ചും കൂടെ ഈസി ആയിട്ട്, കുറച്ചും കൂടെ എല്ലാവരുമായിട്ട് ഒരു റീയൂണിയൻ പോലെ, അല്ലെങ്കിൽ ഒരു എല്ലാവരും എൻഗേജ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ ഈ പറഞ്ഞ നെറ്റ്വർക്കോ വട്ടെവർ ഇറ്റ് ഈസ്, അങ്ങനെ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമുക്കൊരു ഫ്രഷ്നെസ് ഉണ്ടാവും എപ്പോഴും. അപ്പോൾ അതിനെ കൊളാബ് ചെയ്യാന്ന് പറയും. അപ്പോൾ എങ്ങനെയാണോ അപ്പോസ്ട്രോഫോ ഈ പറയുന്ന ഗേറ്റ് വേ, അല്ലാന്നുണ്ടെങ്കിൽ അവാൻസോ, അല്ലാന്നുണ്ടെങ്കിൽ സീരീസ് 5, അല്ലാന്നുണ്ടെങ്കിൽ എക്സ്പ്രസ്സോ പോലെയുള്ള കമ്പനികളായിട്ട് നമ്മൾ സംസാരിച്ച് ഇങ്ങനെ ഒരു നൈസ് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരാൻ കാരണം അത് തന്നെയാണ്. കാരണം ഇന്നത്തെ കാലത്ത് കൊളാബിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ കൊളാബ് എന്താ പറയാമല്ലോ, രണ്ടോ മൂന്നോ കമ്പനി അല്ലെങ്കിൽ 1-2 കമ്പനികൾ കൂടി ചേരുന്നു. ഈ കൊളാബിനെ 2-3 ടൈപ്പ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒന്ന് പറഞ്ഞാൽ ഇതേപോലെ അസോസിയേറ്റ് ചെയ്ത് പോകുന്നത്. പിന്നെ OEM ചെയ്യും. OEM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ലൈക്ക് ഇപ്പോൾ ഇൻറ്റൽ എന്ന് പറഞ്ഞ ചിപ്പ് അത് മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത് ഇപ്പോൾ ഡെല്ലൊക്കെ യൂസ് ചെയ്യുന്നത് ഇൻറ്റലിൻ്റെ ചിപ്പാണ്. അതേപോലെ അപ്പോൾ ഒറിജിനൽ ടെക്നിക്കൽ മാനുഫാക്ചറേഴ്സ് ആണ് OEM എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ മെർജർ ആൻഡ് അക്വിസിഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ കമ്പനികൾ മേർജ് ചെയ്യുക, 2 കമ്പനികൾ മേർജ് ചെയ്തിട്ട് ഇറ്റ്സ് ലൈക്ക് ഇപ്പോൾ 2018 വോഡാഫോണും അതുപോലെ ഐഡിയും മേർജ് ചെയ്തിട്ട് ഒരു കമ്പനിയായിട്ട് മാറി. പിന്നെ അത് വരുന്നത് അക്വിസിഷൻ വരുമ്പോൾ 2006 ഗൂഗിൾ ഒരു വെൽ നോൺ ബ്രാൻഡാണ്. ഗൂഗിൾ യൂട്യൂബ് അക്വയർ ചെയ്തു, അവർ ഏറ്റെടുത്തു. അതുപോലെ 2012 ഫേസ്ബുക്ക്, ഇൻസ്റ്റ അവർ ഏറ്റെടുത്തു. പിന്നെ മൈക്രോസോഫ്റ്റ് ലിങ്ക്ഡിൻ എടുത്തു 2016. അപ്പോൾ ഇതേപോലെ ഒരു സക്സസ്ഫുൾ ബ്രാൻഡ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ അത് ചെയ്യുമ്പോൾ അതിന് ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു സിംഗിൾ ബ്രാൻഡ് കോമ്പറ്റീഷൻ നേരിടുമ്പോൾ അവിടെ സർവൈവലാണ്, മാർക്കറ്റ് സർവൈവ് ചെയ്യാണ്. നേരെ മറിച്ച് കൊളാബ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊളാബ് ചെയ്യുമ്പോൾ സ്കെയിൽ ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ ഉദ്ദേശം. ഇപ്പോൾ ഈവൺ അന്നത്തെ കാലത്ത് ഇപ്പോൾ ഈവൺ ഒരു ഓൺട്രപ്രണർ ഇതിലേക്ക് വരുമ്പോൾ നാട്ടിലുള്ള ഒരു ബിസിനസ്സിൻ്റെ ഒരു സ്റ്റൈല്, അല്ലെങ്കിൽ ഇപ്പോൾ
നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടൊക്കെ പറഞ്ഞാൽ ഒരാൾ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ്, ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ പണം, അല്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വർഷങ്ങളായിട്ട് അദ്ദേഹം എടുത്ത എക്സ്പീരിയൻസ്, അല്ലാന്നുണ്ടെങ്കിൽ കൂട്ടായിട്ട് 1-2 പേര് കൂട്ടായിട്ട് ഒരു ബിസിനസ് തുടങ്ങണം, ഒരു ഓൺടർപ്രണർഷിപ്പിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെയായിരുന്നു. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലതും പ്രീ പ്ലാൻഡ് ആയിട്ട്, അല്ലെങ്കിൽ ഫോർ സീയിങ്, അല്ലെങ്കിൽ വിഷണറി ആയിട്ടുള്ള ബ്രാൻഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതേപോലെയുള്ള കൊലാബ് എപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അപ്പോസ്ട്രോഫ് ഒരു 360 ഡിഗ്രിയിൽ കാര്യങ്ങൾ കൺസീവ് ചെയ്യുന്നത്.